ഒരു രാജ്യം, ആ രാജ്യത്തിന് ഏറ്റവും വലിയ കുറ്റവാളികളെ കൊണ്ട് താമസിപ്പിക്കുന്ന ഒരു ജയില്. ആ ജയിലിലേക്ക് ഒരു നാടകൃത്ത് വന്നിട്ട് ജയിൽ അധികൃതർ പറയും, എനിക്ക് ഇവിടെയുള്ള ഇൻമേറ്റ്സിനെ ഒരു നാടകം പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ ജയിൽ അധികൃതർ പറയും, വളരെ കുഴപ്പം പിടിച്ച കാര്യമാണ്, കാരണം ഇവരൊന്നും അതിന് വഴങ്ങുന്ന മനുഷ്യരല്ലെന്ന് പറയുന്നു. പക്ഷേ ഇദ്ദേഹം പറയുന്നു, ഇവരെങ്ങനെ ഒരു നാടകം പഠിപ്പിക്കണമെന്നത് അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമാണെന്ന് പറയുന്നു. അങ്ങനെ ഈ ജല അധികൃതർ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു. എന്നിട്ട് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. നമ്മുടെ നാട്ടിലെ പ്രഗത്ഭനായ ഒരു നാടകൃത്താണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്, നിങ്ങളൊരു നാടകം പഠിപ്പിക്കാനാണെന്ന് പറയുന്നു. അപ്പോൾ ഇവരെല്ലാം അവിടെ നെറ്റിച്ചു വിളിക്കുകയാണ്, കാരണം ഇവർക്ക് ഒട്ടും അതിന് താല്പര്യമില്ലെന്ന് പറയുന്നു. പക്ഷെ എന്നിട്ടും ഈ നാടകൃത്ത് കുറച്ച് പേരുടെ പുറകെ നടന്നിട്ട് പറയുന്നു, നിങ്ങളിതിൽ അഭിനയിക്കുമോ എന്നൊക്കെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് അവരെ കുറച്ച് പേര് ഒരുമിപ്പിക്കുകയാണ്. ഇവർക്ക് ആർക്കും താല്പര്യമില്ലെങ്കിലും ഇവർ അഭിനയിക്കാൻ തയ്യാറാകുന്നു. ഇദ്ദേഹം പഠിപ്പിക്കുന്ന നാടകം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്ന നാടകമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ മനുഷ്യരെല്ലാവരും, ഈ അഭിനയിക്കുന്ന എല്ലാവരും ഈ നാടകത്തിലേക്ക് വീണു പോവുകയാണ്. കാരണം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസറിൻ്റെ കഥാതന്തു ചതിയാണ്, ചതിയുടെ കഥയാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഈ മനുഷ്യരെല്ലാം ചതിക്കപ്പെടുകയും ചതിക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യരാണ്. ഇവർക്കെല്ലാം ഇവരുടെ ഈ നാടകമെല്ലാം ഇവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളായിട്ട് മാറുന്നു. അത് ഒരു രംഗമുണ്ട്, അതിൽ ഒരു മനുഷ്യൻ 12 രാത്രി ആകുമ്പോഴത്തേക്കും കൂടെ ഉണ്ടായാലും വിളിച്ചുടത്തിയിട്ട് പറയും, എന്താണെന്ന് ചോദിക്കും, നമുക്ക് ഡയലോഗ് പറയാമെന്ന് പറയുന്നു. അത്രയ്ക്ക് അവരതിലേക്ക് വീണു പോവുകയാണ്. അങ്ങനെ നാടകം കാണിക്കുന്ന ദിവസം വരുന്നു. രാജ്യത്തിനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട VIP-കളെയും വ്യക്തികളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടാണ് അദ്ദേഹം ഈ നാടകം കാണിക്കുന്നത്. നാടകം കാണിക്കുന്നത് ജയിലിലെ തന്നെ പല സ്ഥലത്ത് വെച്ചാണ് ഈ നാടകം അദ്ദേഹം കാണിക്കുന്നത് തന്നെ. അവസാനത്തെ ക്യാപിറ്റോളിൽ വെച്ച് ജൂലിയസ് സീസറിനെ കൊല്ലുന്ന ആ രംഗം പ്രധാനപ്പെട്ട സ്റ്റേജിൽ വെച്ച് കാണിക്കുന്നു. നാടകം വലിയ വിജയമായിരുന്നു. അവരെല്ലാവരും കൈയടിക്കുന്നു. ഭയങ്കരമായ വിജയത്തോടുകൂടി ആ നാടകം അവസാനിക്കുന്നു. എല്ലാവരും തിരിച്ചു പോകുന്നു. പിന്നെ നമ്മളെ കാണിക്കുന്നു, ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക്, സെല്ലിലേക്ക് പോവുകയാണ്. എന്നിട്ട് ചെറിയൊരു ജനാലയിലൂടെ ഇദ്ദേഹം പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. എന്നിട്ട് നെടുവീർപ്പോടുകൂടി അദ്ദേഹം തന്നോട് തന്നെ പറയുകയാണ്, കല അനുഭവിച്ചതോടുകൂടി, കല എന്താണെന്ന് ഞാൻ അറിഞ്ഞതോടുകൂടി ഈ ജയില് എനിക്ക് ശരിക്കും ഒരു ജയിലായി മാറിയെന്ന്. അതുവരെ അദ്ദേഹത്തിന് ഈ ജയിലൊരിക്കലും ജയിലായിരുന്നില്ല, കാരണം പലപ്പോഴും വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ കലയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴേക്കും അദ്ദേഹത്തിന് തൻ്റെ അടിമത്തം, തൻ്റെ പാരതന്ത്ര്യം മനസ്സിലായി എന്നാണ് പറയുന്നത്. കല എന്ന് പറയുന്ന ഒരു പ്രകാശത്തിന് മുമ്പിൽ നിന്നപ്പോഴേക്കും അദ്ദേഹത്തിന് തൻ്റെ ഇരുട്ടുകളെ പിടികിട്ടി എന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. വളരെ പ്രകാശം നിറഞ്ഞ ചില മനുഷ്യരുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ പോരായ്മകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ക്രിസ്തു എന്ന് പറയുന്ന പ്രകാശത്തിൻ്റെ മുമ്പിൽ നിന്നപ്പോഴേക്കും പലർക്കും അവരുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. ക്രിസ്തു ഒരു ഇലയെ നോക്കിയപ്പോഴേക്കും, ഒരു പച്ച ഇലയെ നോക്കിയപ്പോഴേക്കും ആ ഇല കൂടുതൽ പച്ചപ്പുള്ളതായിട്ട് മാറിയെന്ന് പറയുന്നു. കൂടുതൽ പ്രകാശമുള്ളതായി, കൂടുതൽ സൗന്ദര്യമുള്ളതായി മാറിയെന്ന് പറയുന്നു. ജലാലുദ്ദീൻ റൂമി ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് വളരെ സത്യമാണ്. അവൻ പറഞ്ഞതല്ല സൗന്ദര്യം, അവൻ ചെയ്തതല്ല സൗന്ദര്യം, അവൻ തന്നെയായിരുന്നു ഏറ്റവും വലിയ സൗന്ദര്യം. വലിയ കലയും വലിയ സ്നേഹങ്ങളും വലിയ സൗന്ദര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും ഉയർന്നു നിൽക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതിനേക്കാൾ ഉയർന്നു നിന്നുകൊണ്ട് കാര്യങ്ങളെ വീക്ഷിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ വിമോചനം എന്ന് പറയുന്നത് കലയിലും സാഹിത്യത്തിലും സൗന്ദര്യങ്ങളിലും ആണ് കൂടുതലായിട്ട് ഉള്ളതെന്ന് ഈ കഥ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്.